ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇതൊരു തിരിച്ചറിവാണ്. ഈ തിരിച്ചറിവ് ഇന്ന് രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ച് നടക്കുന്ന പല വിദ്യാർത്ഥി സംഘടനകളിലെയും പ്രമുഖരായ വ്യക്തികൾക്കും അതിലെ അംഗങ്ങൾക്കുമൊക്കെ ഒരു പാഠമായിരിക്കട്ടെ. വ്യാജപരിചയ സർട്ടിഫിക്കറ്റ് കേസിലെ പ്രതി, SFI വനിതാ നേതാവ്, ഇതൊക്കെയായിരുന്ന കെ വിദ്യ ഇപ്പോൾ അലമുറയിട്ട് കരയുകയാണ്. കാരണം കള്ളിയുടെ അച്ഛൻ എന്ന മേൽവിലാസത്തിൽ മരിച്ച തൻ്റെ അച്ഛനെ ഓർക്കുമ്പോൾ സഹിക്കാനാകുന്നില്ല. ഇപ്പോൾ വേദനിച്ചിട്ട് എന്ത് കാര്യം? അന്ന് ഇതൊക്കെ ചെയ്തു കൂട്ടുമ്പോൾ ഓർക്കണമായിരുന്നു എന്ന അഭിപ്രായങ്ങൾ ശക്തമായി ഉയരുന്നു. നമുക്കറിയാം, വളർത്തി വലുതാക്കിയവർ തങ്ങളുടെ മക്കളുടെ പഠിപ്പിൽ പ്രതീക്ഷ വെച്ച് കാത്തിരിക്കുമ്പോൾ അവർക്ക് വേദനകൾ ഓരോ മക്കളും നൽകുമ്പോൾ അതിനൊക്കെ മറുപടി നൽകേണ്ടിയും വരും, അതൊക്കെ അനുഭവിക്കേണ്ടിയും വരും. ഇനി ഒരു ജന്മം മുഴുവൻ ഈ വേദന അനുഭവിച്ചാൽ തീരുമോ എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. മുമ്പ് എല്ലാറ്റിനും കൂടെ ഉണ്ടായിരുന്നവർ, കൂട്ടിനുണ്ടായവർ ഇപ്പോൾ കൂടെയില്ല എന്ന് വ്യാജപരിചയ സർട്ടിഫിക്കറ്റ് കേസിലെ പ്രതിയും SFI വനിതാ നേതാവുമായിരുന്ന കെ വിദ്യ പറയുന്നു. കള്ളി എന്നതാണ് ഇപ്പോഴത്തെ തന്റെ മേൽവിലാസമെന്നും കേസിന് ശേഷം എല്ലാവരും ഒറ്റപ്പെടുത്തിയെന്നും വിദ്യ പറയുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് വികാരനിർഭരമായ കുറിപ്പ് വിദ്യ പങ്കുവച്ചിരിക്കുന്നത്. SFI സംസ്ഥാന പ്രസിഡന്റ് PM ആർഷയുടെ കൂട്ടുകാരിയാണ് കെ വിദ്യ. ചില തിരിച്ചറിവുകൾ നമ്മെ തേടി വരുമ്പോഴേക്കും സമയം കഴിഞ്ഞിരിക്കും. ഇവിടെയാണ് കൊല്ലത്തെ NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർജി പറഞ്ഞ വാക്കുകളുടെ പ്രസക്തിയും നാം അറിയേണ്ടത്. നിങ്ങളെ നോക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഒരാൾ പോലും നിങ്ങൾക്ക് സഹായത്തിനുണ്ടാവില്ല. രാഷ്ട്രീയം ജീവിതമാക്കരുത് എന്ന ഉപദേശം അത് ഇത്തരുണത്തിൽ സ്മരിച്ചേ മതിയാകൂ. രാഷ്ട്രീയം ജീവിതമാക്കിയാൽ ഇങ്ങനെ ഇരിക്കും. എന്തായാലും വിദ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് പോകാം. കള്ളി എന്നതാണ് ഇപ്പോഴത്തെ മേൽവിലാസം. കള്ളിയുടെ അച്ഛൻ എന്ന മേൽവിലാസവും കൊണ്ടാണ് 2 മാസം മുൻപ് എൻ്റെ അച്ഛൻ മരിച്ചുപോയത്. അദ്ദേഹത്തിന് നൽകാൻ എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സെൻസിറ്റീവായ പുരുഷൻ എൻ്റെ അച്ഛനായിരുന്നു. അവസാനത്തെ ട്രെയിൻ യാത്രയ്ക്ക് മുൻപ് ഇടനെഞ്ചോട് ചേർത്ത് പിടിച്ച് അതുവരെ അപ്രകാരം ചെയ്യാത്ത ഒരാൾ അങ്ങനെ ചെയ്തു. കള്ളിയുടെ അമ്മ, അനിയത്തി എന്നീ മേൽവിലാസവും കൊണ്ട് ഏതാണ്ട് 1 വർഷക്കാലമായി എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയാത്ത ജീവിതത്തിന്റെ ചുക്കാനും പിടിച്ചാണ് എൻ്റെ വീട്ടുകാരുടെ പോക്ക്. കൂട്ടത്തിൽ കൂടെ ഉണ്ടായിരുന്നവരൊന്നും ഇപ്പോൾ കൂട്ടുന്നില്ല. ഒറ്റപ്പെടലിന്റെ എല്ലാ സാധ്യതകളെയും തിരിച്ചറിഞ്ഞ് പരാജയപ്പെട്ട് ആശുപത്രി കിടക്കയിൽ കിടക്കുകയാണ്. ഇറങ്ങുമ്പോൾ ഹാഷിമിന്റെയും നിഷയുടെയും ഷാനിയുടെയും ഒക്കെ ഘോരഘോരം പ്രസംഗങ്ങളാണ് കാതിലേക്ക് കുത്തിയിറങ്ങുക. സത്യത്തിൽ ഉറങ്ങിയിട്ട് വർഷം 1 ആകാറായി. ഉറക്കക്കുറവിനുള്ള മരുന്ന് കഴിച്ചു തുടങ്ങി. പിന്നെ അത് പലതായി. ജീവിതത്തിന്റെ ഒറ്റയാൾ പോരാട്ടം നടക്കുന്നത് അവിടെ മാത്രമാണ്. അപ്പോൾ ഒന്ന് ഓർത്തു നോക്കുകയായിരുന്നു, പഴയപടി ഒരു ജീവിതം അതിനി സാധ്യമല്ല. പുതിയ പടി ആഗ്രഹിക്കുന്ന ജീവിതം അതും സംശയമാണ്. ഇതിനിടയിൽ ഏതോ ഒരു ഇട്ടാവട്ടത്ത് ഏതോ മരുന്നുകളുടെ കൂടെയാണ് ജീവിതം. എല്ലാവർക്കും എന്നെക്കുറിച്ചറിയാനുള്ളതൊക്കെ എന്നേക്കാൾ നന്നായി പത്രക്കാരും മാധ്യമങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തു പറയാൻ എന്നായിരുന്നു ആദ്യം. ഒരു മനുഷ്യനോട് മുഖത്തു നോക്കി ഇപ്പോഴും സംസാരിക്കാൻ പേടിയാണ്. അവർ കണ്ടുകൊണ്ടിരുന്ന ദൃശ്യമാധ്യമങ്ങളിലോ പൊതിഞ്ഞെടുത്ത ന്യൂസ് പേപ്പർ കഷ്ണങ്ങളിലോ എൻ്റെ ചിരിക്കുന്ന മുഖമുണ്ടാകുമോ എന്ന പേടി. വിദ്യയല്ലേ എന്ന് ചോദിക്കുമോ എന്ന ഭയം. വെറും വിദ്യയല്ല, കള്ളി വിദ്യയല്ലേ എന്ന് വിരൽ ചൂണ്ടുമോ എന്ന ഭയം. അത്രമാത്രം ആഘോഷിക്കപ്പെട്ട് തീർന്ന ഒരു സ്പെസിമൻ ആകയാൽ ഈ ഭയത്തിൽ അല്പം കഴമ്പുണ്ട് താനും. ഈ ഭയം ശരീരത്തെ ആകമാനം വെന്തു നീറ്റിയത് കൊണ്ടാകാം പുറത്തു കടക്കാൻ വലിയ ഭയപ്പാടായിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം പുറത്തു കടക്കാൻ പോവുകയാണ്. നോക്കുന്ന നോട്ടങ്ങളെ പിന്തള്ളിക്കൊണ്ട് പരിഹാസച്ചിരികളെ ഇന്ന് ഈ നിമിഷം ഞാൻ അവ കണ്ടിട്ടേയില്ല എന്ന് ഉറച്ച്. തൃക്കരിപ്പൂർ മണിയനോടി സ്വദേശിനി കെ വിദ്യക്കെതിരെ വ്യാജരേഖ ചമയ്ക്കൽ, വ്യാജരേഖ ചമച്ച് തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. കരിന്തളം ഗവൺമെന്റ് കോളേജിൽ ജോലി ചെയ്യുന്നതിനിടെ വിദ്യ മഹാരാജാസ് കോളേജിന്റെ പേരിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് വ്യാജമായി ഹാജരാക്കിയെന്നാണ് കുറ്റപത്രം. ഈ വ്യാജ സർട്ടിഫിക്കറ്റ് വിദ്യയ്ക്ക് സർക്കാർ ശമ്പളം ലഭിക്കാൻ അനുവദിച്ചു. ഈ കേസുമായി ബന്ധപ്പെട്ട് ജൂൺ 27-നാണ് വിദ്യയെ അറസ്റ്റ് ചെയ്തത്. കരിന്തല കോളേജിലെ 1 വർഷത്തെ സേവനത്തിനിടെ വിദ്യ നേടിയത് 2,78,250 രൂപയാണെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഉദുമ ഗവൺമെന്റ് കോളേജ് പ്രവൃത്തി പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമനം നേടിയ കെ രജിതയെ മറികടന്ന് വിദ്യ വ്യാജരേഖ ചമച്ചതായി അന്വേഷണത്തിൽ വ്യക്തമായി. കരിന്തളം കോളേജിൽ സ്ഥാനം ലഭിക്കാൻ കെ രജിതയ്ക്ക് ആദ്യ നിയമനം നഷ്ടമായതിനെ തുടർന്ന് വിദ്യ വ്യാജ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചു. അട്ടപ്പാടി കോളേജിൽ ജോലി ഉറപ്പാക്കാൻ ശ്രമിക്കുന്നതിനിടെ പ്രിൻസിപ്പൽ വിദ്യയുടെ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റിന്റെ ആധികാരികത ചോദ്യം ചെയ്തതാണ് സംശയങ്ങൾക്ക് ഇടയാക്കിയത്. ഇതൊരു പാഠമാണ് എല്ലാ മക്കൾക്കും. ന്യൂസ് ഡെസ്ക് കർമാനൂസ്.